മൂകാംബികയിൽ നിന്ന് 38 കിലോമീറ്റർ അകലെയാണ് കുടജാദ്രി. മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറി റോഡിൽ കൂടെ പോയിട്ട് കുടജാദ്രി മലയിലേക്ക് നമുക്ക് കയറാം. ഇത് ഒരു ജീപ്പിന് ആൾക്ക് 400 രൂപയാണ് ചിലവ് വരുന്നത്. നമ്മൾ നേരെ പോയ നിട്ടൂർ എന്ന ഗ്രാമത്തും, ഈ നിട്ടൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് നമ്മൾ വെള്ളവും സ്നാക്സും ഒക്കെ വാങ്ങുന്നത്. ഇതാണ് ആ ഗ്രാമം. അവിടെ നിന്ന് നേരെ പോയി NH എന്ന് വലത് ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ കുടജാദ്രി റോഡാണ്. ഇവിടുന്ന് 18 കിലോമീറ്റർ പോയാൽ ഇതാണ് കട്ട്നഹോളി ഫോറസ്റ്റ് ആണ് വരുന്നത്. ഇവിടെ 70 രൂപ എൻട്രി പാസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു ഓഫ് റോഡാണ്, ഭയങ്കരമായ ഓഫ് റോഡ്. ഓഫ് റോഡിൽ 6.5 കിലോമീറ്റർ പോകണം. കുഴികളിൽ ചാടിയും തെന്നിയും മറിഞ്ഞും നല്ല രസമാണ് പോവാൻ. പക്ഷേ ബാക്ക് പെയിൻ ഉള്ളവർക്കൊന്നും ഞാനിത് സജസ്റ്റ് ചെയ്യില്ല. ഇത് കണ്ടോ, ഈ റോഡ് കണ്ടാൽ തന്നെ പേടിയോ നമുക്കല്ലേ. റിവേഴ്സ് എടുത്തിട്ടൊക്കെയാണ് കയറ്റുന്നത്. പിന്നെ ഓപ്പോസിറ്റിൽ നിന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ നിർത്തി കൊടുത്തിട്ട് ആ ജീപ്പ് പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഒരു ജീപ്പ് പോകാനുള്ള കഷ്ടിച്ചുള്ള സ്ഥലമേ ചില ഭാഗത്തൊക്കെ ഉള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതാണ് കുടജാദ്രിയുടെ ജീപ്പ് സ്റ്റാൻഡ്. ഒരിക്കലെങ്കിലും ഈ കുടജാദ്രിയിൽ പോകണമെന്നാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. സഹ്യപർവ്വത നിരകളിൽ നിന്നും 1343 മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിയാണ് കുടജാദ്രി. കർണാടകയിലെ ഏറ്റവും ഉയരമുള്ള 13 മലകളിൽ ഒരു മലയാണ്. ഇതിൻ്റെ താഴ്വരയിലാണ് മൂകാംബിക ക്ഷേത്രം എന്ന മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കുടജാദ്രിയിൽ വർഷത്തിൽ 500 മുതൽ 750 മില്ലിമീറ്റർ വരെ മഴ പെയ്യും. കുടജ എന്ന കുടപാല ചെടിയുടെ പൂവിൽ നിന്നാണ് ഈ കുടജാദ്രി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ പേരറിയപ്പെട്ടത്. എൻ്റെ കൂടെ വന്നവരൊക്കെ ഓടിക്കയറുന്നുണ്ട്, എനിക്ക് എത്ര വയ്യ. ഇത് കണ്ടോ, മനോഹരമായ കാഴ്ചകളാണ്. ഈ മായാജാലം തീർക്കുന്നുണ്ട് മലയോര കാഴ്ചകളുടെ. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഒരിക്കലെങ്കിലും പോകണമെന്നാണ് ഞാൻ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് സർവജ്ഞ പീഠത്തിലേക്കാണ് പോകുന്നത്. ശങ്കരാചാര്യർ തപസ് ചെയ്തു എന്ന് പറയുന്ന സർവജ്ഞ പീഠത്തിലേക്കുള്ള യാത്രയാണിത്. വളരെ മനോഹരമായ ഈ 2 കിലോമീറ്റർ യാത്ര നല്ല അടിപൊളിയാണ്. ഇതാ കണ്ടോ, ഈ മലയും കയറി പോകണം. ഞാൻ ചോദിക്കുന്നുണ്ട് ഇയാൾക്ക് ഇവിടെ എങ്ങനെ തപസ് ചെയ്താൽ പോരെയെന്ന്. അങ്ങനെ കയറി ഞങ്ങൾ 3 പേരും കൽമണ്ഡപത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കൽമണ്ഡപം ഒരു വിശ്വാസം എന്നതിലുപരി ഒരു മനോഹരമായ കാഴ്ചയാണ്. കണ്ടില്ലേ, നല്ല തിരക്കാണ് ഇവിടെ. ഈ കൽമണ്ഡപത്തിൽ കുറച്ച് നേരം ഇരിക്കുക, എന്നിട്ട് തിരിച്ചു പോരുക. പിന്നെ ചിത്രമൂല ഗുഹ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പിറകിലൊരു ഗുഹയുണ്ടായിരുന്നു. അവിടേക്ക് ഇപ്പോൾ ആളുകളെ കയറ്റുന്നില്ല സുരക്ഷാ കാരണങ്ങൾ കൊണ്ട്. അവിടെ നോക്കിയാൽ മൂകാംബിക അമ്പലം കാണാമായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകൾ കണ്ടോ, പ്രായമായ അമ്മമാരൊക്കെ വളരെ എൻകറേജ് ആയിട്ടാണ് കയറുന്നത്. അപ്പം നമ്മൾ ഇറങ്ങിയിട്ട് വീണ്ടും ജീപ്പ് പറഞ്ഞ സമയത്ത് ജീപ്പിൽ കയറിയിട്ട് പിന്നെ തിരിച്ചതാ ഞങ്ങൾ ചെക്ക് പോസ്റ്റിലെത്തി നമ്മൾ മല ഇറങ്ങുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. കുടജാദ്രി മസ്റ്റ് വിസിറ്റ്.